നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾ ആരുടെയും സ്വന്തമാകുവാൻ ഈ വ്യക്തി സമ്മതിക്കുകയില്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രയും നിങ്ങൾ പതിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായി ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ അത്രമേൽ പതിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്താൽ വേറൊരു വ്യക്തിയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തിക്കുവാനോ വേറെ വ്യക്തിയെ സ്നേഹിക്കുവാനോ അവരെ കുറിച്ച് ചിന്തിക്കുവാനോ ഈ വ്യക്തിക്ക് സാധിക്കുകയില്ല. കാരണം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അനുഗ്രഹീതമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് വെക്കുകയില്ല, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ വ്യക്തിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഇഷ്ടമാവാതെ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ദേഷ്യത്താൽ ഈ വ്യക്തി പല വിധത്തിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് തിരുത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ പിണങ്ങിയിട്ടുണ്ടാകാം, വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ അതിൻ്റെ ഒരു അഭാവത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തില് വിഷമം തോന്നിയിട്ടുണ്ടാകാം, നിരാശ തോന്നിയിട്ടുണ്ടാകാം. എന്നിങ്ങനെയുള്ള സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ അത്രമേൽ പതിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയും സ്വന്തമാവുന്നതോ ആരുമായി അടുക്കുന്നതോ ഈ വ്യക്തിക്ക് ഇഷ്ടമാവുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുവാനുള്ളത്. അതായത്, നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങൾ മറ്റാരൊക്കെ വന്നാലും നിങ്ങൾ അതിലേക്ക് പോകരുത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി എവിടെ പോയാലും നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. പക്ഷേ ചില പൊട്ടലും ചീറ്റലുകളും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പോരായ്മകള്, വഴക്കുകൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് ഒരിക്കലും ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് വേണം, തല്ലുപിടുത്തം ഉണ്ടാക്കണം, വേണമെന്ന് വെച്ചിട്ടോ ഉള്ളത് കൊണ്ടുള്ള ഇതല്ല. അത് യാന്ത്രികമായി അത് സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്തെടുക്കാൻ തയ്യാറാണ്. എന്ത് കാര്യങ്ങളും ചെയ്തെടുക്കാൻ തയ്യാറാണ്. എന്ത് ത്യാഗങ്ങളും സഹിക്കുവാൻ തയ്യാറാണ്. എന്ത് തെറ്റുകളും അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു തെറ്റ് തിരുത്തുവാനും ഈ വ്യക്തി തയ്യാറാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു മെഡിസിൻ ഹീലറാണ്. അതായത് നമുക്കിപ്പോൾ ശാരീരികപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ച് നേരെയാക്കാൻ സാധിക്കും. പക്ഷെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, നമുക്കത് ഹീല് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരാശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, മനസ്സിന് ഏറ്റിട്ടുള്ള മുറിവ് നമുക്ക് ഉണക്കണമെങ്കിൽ നമുക്ക് അതൊരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെ വേണം, അല്ലേ? അത് സ്വന്തം മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ആയിരിക്കാം, ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം, കൂട്ടുകാരായിരിക്കാം. എന്നിങ്ങനെയുള്ള അത്രയും നമുക്ക് സൗകര്യമായിട്ട് അല്ലെങ്കിൽ അത്രയും അനുഗ്രഹമായി തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ബന്ധങ്ങൾ നമുക്ക് വേണം, അല്ലേ? അപ്പോൾ അത്തരം ഒരു ബന്ധം ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത്, ആത്മബന്ധം തോന്നിയിട്ടുള്ളത് നിങ്ങളോട് മാത്രമാണ്. അതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുമായി അറ്റാച്ച്മെന്റോട് കൂടി അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള
മാനസികപരമായിട്ടുള്ള ഒരു എനർജിയോട് കൂടി അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ഒരു ബന്ധത്തോട് കൂടി നിൽക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ കൂടെ നിങ്ങളോടൊപ്പം മാനസികപരമായിട്ട് നിങ്ങളോടൊപ്പം ഈ വ്യക്തിക്ക് നിൽക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിന് ആശ്വാസം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വ്യക്തി പല വിധത്തിൽ വേറെ ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം, വേറെ ഏതെങ്കിലും സാഹചര്യങ്ങളിലേക്കോ വേറെ വ്യക്തികളിലേക്കോ പോയിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തിക്ക് അതിൽ നിന്നും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകളിലേക്ക് പോയി എന്നല്ലാതെ നമുക്ക് യാതൊരു തരത്തിലുള്ള പോസിറ്റീവും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എവിടെയാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെക്കുറിച്ച് മറ്റാരോടൊക്കെയോ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് അത്രയും ഈ വ്യക്തിക്ക് വിലപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് തന്നെ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഏതൊക്കെ തരത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ആ വിധ എല്ലാ കാര്യങ്ങളിലും അടിത്തറ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി സാമ്പത്തികപരമായിട്ടും മറ്റെല്ലാ തരത്തിലും ഭൗതിക സുഖങ്ങളോടാണെങ്കിലും സാമ്പത്തിക സ്ഥിതിയോടാണെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും എല്ലാ തരത്തിലും നല്ലൊരു ഉയർച്ച കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളാണ് ഏറ്റവും നന്നായി തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതിഗതികൾ നല്ല രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ ഉയർത്തിക്കൊണ്ടുവരാനും അതുമാത്രമല്ല പല വിധത്തിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനൊക്കെയും ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ട് സന്തോഷകരമായി മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമുള്ള ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത്. നിങ്ങളുമായി എത്രമാത്രം സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രയും മനോഹരമായി കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഒരുപാട് പേരോട് ദേഷ്യമുണ്ട്. കാരണം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ തന്നെ തകർന്നു വീഴുവാൻ വേണ്ടിയിട്ട് മറ്റു പലവരും ശ്രമിച്ചതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആ ഒരു സാന്നിധ്യം കാരണം ഈ വ്യക്തിക്ക് പലതരത്തിലും നിങ്ങളുമായി ഒത്തുപോകാൻ സാധിച്ചിട്ടില്ല. തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം, അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യവും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് വ്യക്തികളുമായി ഈ പേഴ്സൺ ബന്ധം നിർത്തിവെച്ചതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ബന്ധം നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ അവരുമായിട്ടുള്ള ചെങ്ങാത്തം നിർത്തുക, അവരുമായിട്ടുള്ള സംസാരം നിർത്തുക. കാരണം അവർ തനിക്ക് നല്ലതല്ല, തന്റെ പ്രണയത്തിന് നല്ലതല്ല, മോശപ്പെട്ട സാഹചര്യങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ, നെഗറ്റീവായിട്ടുള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബുദ്ധിപൂർവമായി അവരെയെല്ലാം മാറ്റിവെക്കുന്നതായി അല്ലെങ്കിൽ അവരെല്ലാം മാറ്റി നിർത്തുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതും ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തി ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും കാത്തു സൂക്ഷിക്കുവാനും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും തന്നെയാണ് അന്നും ഇന്നും ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്തായാലും പറഞ്ഞേ തീരൂ. അതുകൊണ്ട് ഈ വ്യക്തി ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അത്രയും നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ചിന്തകളിൽ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളെ തേടി, നിങ്ങളിപ്പോ എവിടെയാണോ ഉള്ളത്, നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ചയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം തേടിക്കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. വായനയുടെ തുടക്കത്തിൽ തന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി.
പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.